മണിപ്പൂർ, ബംഗാൾ രണ്ട് സംസ്ഥാനങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. മണിപ്പൂർ വിഷയം കേരളത്തിലും ചർച്ചയായ ഇതാണ്. ബംഗാൾ എന്ന് പറയുന്നത് കേരളം പോലെ തന്നെ നമ്മൾ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഇടവുമാണ്. എസ് രഞ്ജിത്ത്, ഞാൻ നേരത്തെ മഹാരാഷ്ട്രയിലേക്ക് പോകാൻ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. മണിപ്പൂരിലേക്ക് ആദ്യം പോകണമെന്നാണ് നമ്മുടെ സാങ്കേതിക സംവിധാനങ്ങൾ പറയുന്നത്. പറയൂ, മണിപ്പൂരിലും ബംഗാളിലും ആദ്യഘട്ടത്തിൽ എങ്ങനെയാണ്? കാര്യമായ പോരാട്ടം നടക്കുമോ? തീർച്ചയായും മണിപ്പൂരിലും ബംഗാളിലും കാര്യമായ പോരാട്ടം നടക്കും എന്ന് വേണം നമ്മൾ കരുതാൻ. ഇപ്പോൾ മണിപ്പൂരിനെ സംബന്ധിച്ച് തുടർച്ചയായി ഉണ്ടായ കലാപത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് തന്നെ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് മണിപ്പൂരിൽ നടക്കുന്നത്. BJPയെ സംബന്ധിച്ച് ഇത്തവണ അഭിമാന പോരാട്ടമാണ്. മണിപ്പൂരിൽ 2 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് നാളെ, അതായത് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഇന്നർ മണിപ്പൂരിലും ഔട്ടർ മണിപ്പൂരിലുമാണ് ആദ്യഘട്ടം വിധി എഴുതുന്നത്. ഈ രണ്ട് മണ്ഡലങ്ങളിലും ഇപ്പോൾ മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന 2 മണ്ഡലങ്ങളാണ്. മണിപ്പൂർ ആകെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എങ്കിലും ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ 2 മണ്ഡലങ്ങൾ എന്ന നിലയിൽ അവിടെ കോൺഗ്രസ് ഈ വിഷയങ്ങളൊക്കെ വലിയ രീതിയിൽ പ്രചരണ വിഷയമാക്കിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായി മാറിയതും. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ച് ഇത് അഭിമാന പോരാട്ടം എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടി വരും. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് പ്രതീക്ഷ അർപ്പിക്കുന്നു. കാരണം ഈ കലാപവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കാര്യമായി ഇടപെടൽ നടത്തിയില്ല എന്നൊരു പ്രചരണമാണ് പ്രധാനമായും കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. ആ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുടെ നിഷ്പക്ഷമായ വോട്ടുകളിലാണ് കോൺഗ്രസ് പ്രതീക്ഷ അർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചും വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു 2 മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. ഒപ്പം തന്നെ മെയ്തൈ വിഭാഗത്തിന് വലിയ രീതിയിലുള്ള ഒരു സ്വാധീനമുള്ള 2 മണ്ഡലങ്ങൾ കൂടിയാണ് ഇത്. ഒപ്പം തന്നെ കുക്കി വിഭാഗത്തിൻ്റെ ഒരു നിലപാട് അതായിരിക്കും ഈ 2 മണ്ഡലങ്ങളിലെ ഒരു വിധിയെഴുത്തിന് നിർണായകമായി മാറുക എന്ന രീതിയിലുള്ള വിലയിരുത്തലുകളാണ് ഇതിനകം തന്നെ മണിപ്പൂരിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. ഇനി നമ്മൾ പശ്ചിമ ബംഗാളിലേക്ക് വന്നാൽ, പശ്ചിമ ബംഗാളിൽ 3 ലോക്സഭാ സീറ്റുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ നാളെ വിധി എഴുതുന്നത്. ഇതിൽ ഈ 3 ലോക്സഭാ സീറ്റുകളും നിലവിൽ BJPയുടെ കൈവശമുള്ള മണ്ഡലങ്ങളാണ്. പക്ഷേ അവിടെ ഇത്തവണ ഈ തൃണമൂൽ കോൺഗ്രസ് വലിയ രീതിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. കാരണം പ്രധാനമായും മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചരണമാണ് ഇത്തവണ അഴിച്ചുവിട്ടത്. ഈ 3 മണ്ഡലങ്ങളിലും BJPയും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടത്തിനാണ് ഈ 3 മണ്ഡലങ്ങളും വേദിയാകുന്നത്. BJPയെ സംബന്ധിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലങ്ങളാണ്. പക്ഷേ ചില പ്രശ്നങ്ങൾ BJPയെയും അലട്ടുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ വിജയം നേടിക്കൊടുത്ത BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ BJPക്ക് ഒപ്പമില്ല, തൃണമൂൽ കോൺഗ്രസിനൊപ്പമാണ്. ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾക്ക് പിന്നാലെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ BJP പാളയത്തിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഈ ഒരു സാഹചര്യവുമൊക്കെ മുതലെടുത്തുകൊണ്ട് അവിടെ വിജയിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് തൃണമൂൽ കോൺഗ്രസ് വച്ചു പുലർത്തുന്നത്. ഒപ്പം തന്നെ ബംഗാളിൻ്റെ ഒരു സാഹചര്യം നമുക്കറിയാം. തൃണമൂൽ കോൺഗ്രസ് വെവ്വേറെ മത്സരിക്കുന്നു, കോൺഗ്രസും അതുപോലെ തന്നെ CPMും ചേർന്ന് മത്സരിക്കുന്നു, BJP മറ്റൊരു രീതിയിൽ മത്സരിക്കുന്നു. ഇതാണ് ബംഗാളിൻ്റെ ഒരു സാഹചര്യം. അതായത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സഖ്യം ബംഗാളിൽ ഇല്ലാത്തൊരു സാഹചര്യമാണ് അവിടെയുള്ളത്. അതാണ് BJPക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ വോട്ടുകൾ വിഭജിച്ചു പോകുന്നത് തങ്ങൾക്ക് അനുകൂലമായി തീരും എന്നൊരു പ്രതീക്ഷ BJP വച്ചു പുലർത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വലിയൊരു മുന്നേറ്റത്തിന് തയ്യാറെടുക്കുന്ന BJPയെ സംബന്ധിച്ച് ഈ 3 മണ്ഡലങ്ങളിലെയും വിജയം അനിവാര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ജനവിധി എങ്ങനെയാകുമെന്ന് നോക്കാം. ബിനിൽ പോത്തൻ ബാബു, ആദ്യം ഞാൻ വരാൻ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. മഹാരാഷ്ട്രയിലും ബീഹാറിലും ഇത്തവണ വരാൻ ശ്രമിക്കുന്നവരുണ്ട്, പോയവരുണ്ട്. എങ്ങനെയാകും അവിടുത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ? ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ ഈ 3 സംസ്ഥാനങ്ങൾ പിടിച്ചാൽ അത് പൂർണ്ണമായും പിടിച്ചെടുത്താൽ ഇന്ത്യ ഭരിക്കാം എന്നുള്ളതാണ് വിപ്പ്. 80 സീറ്റുകളുള്ള ഉത്തർപ്രദേശിന് ശേഷം പിന്നീട് ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് 48 സീറ്റുകളുള്ള മഹാരാഷ്ട്ര. അതിനുശേഷം 40 സീറ്റുകളുള്ള ബീഹാറും ബംഗാളും ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ 2 സംസ്ഥാനങ്ങളും പിടിക്കുക എന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചും NDAയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ പ്രചാരണം തുടങ്ങി വെക്കുന്നത് ഉത്തർപ്രദേശിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള സംസ്ഥാനങ്ങളിലൊന്ന് ബീഹാറാണ്. ബീഹാറിന് മാറി വന്നിട്ടുള്ള രാഷ്ട്രീയ കാലാവസ്ഥയിൽ NDAയെ സംബന്ധിച്ച് വലിയ വിജയം തന്നെ, കഴിഞ്ഞ തവണത്തെ വിജയം തന്നെ ഉറപ്പിക്കുക എന്നുള്ളത് ഒരു അഭിമാന പോരാട്ടം കൂടിയാണ്. കഴിഞ്ഞ തവണ 39 സീറ്റുകളിലും 40-ൽ 39 സീറ്റുകളിലും NDAക്ക് വിജയിച്ചു കയറാൻ സാധിച്ചു. കോൺഗ്രസിനെ സംഭൂജ്യരാക്കാൻ കഴിഞ്ഞ തവണ സാധിച്ചു. RJDക്ക് ഒരു സീറ്റ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ വിധത്തിലൊരു പ്രകടനം ഇത്തവണയും നടത്താമെന്ന് കരുതുന്നു. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് നിതീഷ് കുമാർ
NDA പാളയത്തിൽ നിന്ന് പുറത്തിറങ്ങി RJDയും കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് മഹാഗഡ്ബന്ധൻ വീണ്ടും പുനഃസംഘടിപ്പിക്കുന്നത്. ആ നിതീഷ് കുമാറിനെ ഇന്ത്യ സഖ്യത്തിന്റെ മുൻനിരയിൽ നിന്ന് ആ സഖ്യത്തിന് രൂപം നൽകാൻ നേതൃത്വം നൽകിയ നിതീഷ് കുമാറിനെ തിരികെ BJP പാളയത്തിൽ എത്തിക്കാനായി എന്നൊരു ആത്മവിശ്വാസം BJPയെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 4 ലോക്സഭാ മണ്ഡലങ്ങളിലും അതിൻ്റെ അലയൊലികൾ ഉണ്ടാകും. നിതീഷ് കുമാർ തിരിച്ചു വന്നതിൻ്റെ അലയൊലികൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവിന് ബീഹാറിലെ വടക്കൻ ബീഹാറിലെ ഈ മണ്ഡലങ്ങളിലുള്ള പ്രഭാവം ഉൾപ്പെടെ അനുകൂലമാകും എന്നുള്ളതാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. നാളെ വോട്ടെടുപ്പിലേക്ക് പോകുന്നത് പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഔറംഗാബാദാണ്. പിന്നീട് അഭിമാന പോരാട്ടം നടക്കുന്ന ഗയ, ജമുയി, നവാഡ എന്ന് പറയുന്ന 4 മണ്ഡലങ്ങളാണ്. അതിൽ 70% വരും രാജ്പുത്ത് വോട്ടുകളാണ് ഈ മണ്ഡലങ്ങളെല്ലാം തന്നെ നിർണ്ണയിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഒപ്പം ന്യൂനപക്ഷ വോട്ടുകളും ദളിത്, പിന്നോക്ക വിഭാഗ, ആദിവാസി വോട്ടുകളും ഉൾപ്പെടെ ഈ ജമുയി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിനെല്ലാം അനുകൂലമാക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായിരുന്നു ബീഹാറിൽ NDAയും നരേന്ദ്രമോദിയും നിതീഷ് കുമാറും വെച്ചു പുലർത്തിയിരുന്നത്. പക്ഷേ ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഊന്നി ജാതി സെൻസസ് നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത്. പക്ഷേ അതിനെ കൗണ്ടർ ചെയ്യുന്നതിന് ജാതി സെൻസസ് രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവിടെ ലാലു പ്രസാദ് യാദവിന്റെ RJDയും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും അവിടെ പ്രചാരണം നടത്തുകയും ചെയ്തിരുന്നത്. ആർക്ക് അനുകൂലമാകും? പ്രത്യേകിച്ച് ജാതി രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിളനിലങ്ങളിൽ ഒന്നാണ് ഉത്തരേന്ത്യയിൽ ബീഹാർ എന്ന കാര്യം കൂടി നമുക്കറിയാം. അവിടെ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ ഏറ്റവും അഭിമാനകരമായ പോരാട്ടം നടക്കുന്ന 5 മണ്ഡലങ്ങളാണ് ഉള്ളത്. അതിൽ BJPയും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം കൂടി നേർക്കുനേർ പോരാടുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. വർഷങ്ങളോളം BJPയുടെ ശക്തമായ ഒരു സഖ്യകക്ഷിയായിരുന്ന ശിവസേന അത് 2ആയി പിളരുകയും ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയിൽ ശിവസേന പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനം എത്തുകയും ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശിവസേന 2 വിഭാഗങ്ങളെ സംബന്ധിച്ചും NCPയിലെ 2 വിഭാഗങ്ങളെ സംബന്ധിച്ചും ഒരു ഇന്റേണൽ പൊളിറ്റിക്സ് കൂടി നടക്കുന്ന ഒരു രസകരമായ രാഷ്ട്രീയം കൂടി മഹാരാഷ്ട്രയിലുണ്ട്. നാളെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന, അതായത് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 മണ്ഡലങ്ങൾ ഇവയാണ്. അത് കോൺഗ്രസിന് ഒരു കാലത്ത് കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന മറാഠ്വാഡയിലെയും വിദർഭയിലെയും 5 മണ്ഡലങ്ങളാണ്. അതിലൊന്ന് ചന്ദ്രാപൂറാണ്, അതൊരു റിസർവ്ഡ് മണ്ഡലമാണ്. രണ്ടാമത് ഭണ്ഡാര ഗോണ്ടിയാണ്. കഴിഞ്ഞ തവണ പ്രഫുൽ പട്ടേൽ NCP സ്ഥാനാർത്ഥിയായി നിന്ന് BJPയുടെ സ്ഥാനാർത്ഥിയോട് ദയനീയമായി പരാജയപ്പെട്ടിട്ടുള്ള ഭണ്ഡാരഗോണ്ടിയാണ്. ആ പ്രഫുൽ പട്ടേൽ ഇത്തവണ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് അവിടെ വോട്ട് തേടുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഗഡ്ചിറോളിയാണ്, അതൊരു ആദിവാസി പ്രബല മേഖലയാണ്. രാഹുൽ ഗാന്ധി എല്ലാം ആവർത്തിച്ച് അവിടെ പ്രചാരണത്തിനെത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അവിടെ പ്രചാരണത്തിനെത്തിക്കാനായി. രാംടേക്ക്, ഒപ്പം തന്നെ നാഗ്പൂർ, RSSന്റെ രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ ആസ്ഥാനമായ നാഗ്പൂർ, കോൺഗ്രസിന് ഒരു കാലത്ത് ശക്തി കേന്ദ്രമായിരുന്ന നാഗ്പൂർ, അവിടെ നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട BJP നേതാവിനെ വീണ്ടും അവിടെ രംഗത്ത് ഇറക്കുകയാണ്. തീർച്ചയായും ശക്തമായ പോരാട്ടത്തിലേക്കാണ് ആദ്യഘട്ടത്തിൽ തന്നെ കടക്കുന്നത്. അതിന്റെ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം പങ്കുവച്ചത്. താങ്ക് യു ശരത് കെ ശശി, ഒപ്പം VS രഞ്ജിത്ത്, S രഞ്ജിത്ത്, അൽ-അമീൻ, വിനിൽ പോത്തൻ ബാബു. ആകെയുള്ള 102 മണ്ഡലങ്ങളുടെ ജനവിധി അതെങ്ങനെയാകുമെന്ന് നാളെ വിധി എഴുതാൻ പോവുകയാണ്. അതിന്റെ ഫലമറിയാൻ നമ്മൾ ജൂൺ 4 വരെ കാത്തിരിക്കണം.